നമസ്കാരം. +1 ഫിസിക്സിൻ്റെ 5ാമത്തെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ 6ാമത്തെ ചാപ്റ്ററാണ് കൺസിഡർ ചെയ്യുന്നത്, അതായത് വർക്ക്, പവർ ആൻഡ് എനർജി. മുൻ ചാപ്റ്റേഴ്സിൻ്റെ ഇതേ രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിവിഷൻ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ ആ ക്ലാസ്സുകളും കൂടി പ്രയോജനപ്പെടുത്താം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾക്കും +1 പബ്ലിക് എക്സാമിനും ഒക്കെ ഉപകാരപ്രദമായ രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ തുടർച്ചയായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അവയുടെ സൊല്യൂഷൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വർക്ക്, പവർ ആൻഡ് എനർജി എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമുക്കറിയാം. വർക്ക് എനർജി തിയറം, അതിൽ തന്നെ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വർക്ക്, ദെൻ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, ദെൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ വിത്ത് എക്സാമ്പിൾസ്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് തുടർച്ചയായിട്ട് ചോദിക്കുന്ന ചില ടോപ്പിക്കുകൾ. ഈ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് തുടർച്ചയായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പവർ ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഇസ് ഡൺ. എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ബി പാർട്ടിൽ an elevator carrying the maximum load of 1800 kg is moving up with a constant speed of 2 meters per second. The frictional force opposing the motion is 4000 Newton. Determine the minimum power delivered by the motor to the elevator. Then C part, express the above answer in horsepower. D പാർട്ടും കൂടി ഉണ്ട്. റൈറ്റ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇതിൽ ആദ്യത്തേത് എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. പവർ, ഫോഴ്സ്, വെലോസിറ്റി ഉൾപ്പെടുന്ന റിലേഷൻ എന്താ? P = F.V. അല്ല, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ പാർട്ടിൽ രണ്ടാമത്തെ പ്രോബ്ലമാണ്. യു ഹാവ് എൻ എലിവേറ്റർ, maximum load of 1800 kilogram. It is moving up with constant speed. Constant speed ആണ്. So there is no acceleration in the upward direction. Okay? Constant speed ആയതുകൊണ്ട്. Then frictional force ഉണ്ട് opposing the motion. That is 4000 Newton. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ ആണ്. What is the power delivered by the motor to the elevator? അപ്പോൾ മോട്ടർ എലിവേറ്ററിന് ഡെലിവർ ചെയ്യുന്ന പവർ എത്രയാണെന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? P = F.V എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ കേസിൽ അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഫോഴ്സ് കിട്ടണം. ഓക്കെ, ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി പവർ. നോക്കാം ഇതിൻ്റെ സൊല്യൂഷൻ. സോ P = F.V. ദെൻ മാസ് ഒക്കെ തന്നിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ന്യൂട്ടൺ. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ടോട്ടൽ ഫോഴ്സ് കണ്ടെത്താൻ അല്ല. mg മാത്രമേ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്ന റിയാക്ഷൻ mg ഉണ്ട്. അതുകൂടാതെ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും കൂടി ഒപ്പോസ് ചെയ്യേണ്ട രീതിയിൽ, ഓവർകം ചെയ്യേണ്ട രീതിയിൽ പവർ ഡെലിവർ ചെയ്യേണ്ടതായിട്ട് വരും മോട്ടർ. ഓക്കെ, അപ്പോൾ ഒരു എലിവേറ്റർ ഇസ് മൂവിങ് അപ്പ്. അങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണം. അതുകൂടാതെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും കൂടിയുണ്ട്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ എത്ര കൊടുക്കേണ്ടി വരും? 18,000, ദാറ്റ് ഈസ് ദ നോർമൽ റിയാക്ഷൻ, പ്ലസ് 4000, ദാറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ദാറ്റ് ഈസ് ദ മിനിമം റിക്വയർഡ് ഫോഴ്സ്. സോ 22,000 Newton. Then what is the power? Power is force into velocity. Force is 20,000 into 2 velocity. So you'll get 44,000 watt. Power inde SI unit watt. രണ്ടാമത്തെ പാർട്ടിൽ ഈ പവർ ഹോഴ്സ് പവറിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഹോഴ്സ് പവർ എന്ന് പറയുന്നത് നമുക്കറിയാം. ഹോഴ്സ് പവർ
746 വാട്ടാണ്. 1 ഹോഴ്സ് പവർ 746 വാട്ട്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള പവറിനെ ഹോഴ്സ് പവറിൽ എക്സ്പ്രസ് ചെയ്യാൻ എന്ത് ചെയ്യാം? 44,000 ഡിവൈഡഡ് ബൈ 746. So you'll get 58.98 ഹോഴ്സ് പവർ. ഓക്കെ, അപ്പോൾ വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ വെറുതെ ഫോഴ്സ് കണ്ടു, അല്ലെങ്കിൽ മാസ് കണ്ടു, ജി കണ്ടു, എം ജി എന്ന് ഫോഴ്സ് എടുത്തു, അതല്ല. അപ്പോൾ 2 ഫോഴ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഹോഴ്സ് പവറിൽ എക്സ്പ്രസ് ചെയ്തു. ഇനി അതിൻ്റെ ഡി പാർട്ട് നോക്കാം. എന്തായിരുന്നു? കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ പ്രോപ്പർട്ടീസാണ് അല്ലേ. കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് പറയുന്നത് തന്നെ അതിൽ ഒരു പോയിൻ്റായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്? വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ initial and final positions of the body. Okay, another point, work done is independent of the path followed. 2 പോയിൻ്റാണ് ചോദിച്ചിട്ടുള്ളത്, 2 പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഞാൻ എല്ലാ പ്രോപ്പർട്ടീസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി വെക്കാവുന്നതാണ്. വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ റൗണ്ട് ട്രിപ്പ് ഇസ് ഈക്വൽ ടു 0. റൗണ്ട് ട്രിപ്പ് മീൻസ് ഇൻ എ ക്ലോസ്ഡ് പാത്ത്. വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ closed path is equal to 0. നാലാമത്തേത് എന്താണ്? Conservative forces are central forces. What do you mean by central forces? Central forces are forces that act along the line joining the centers of the 2 bodies. 2 ബോഡീസിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൽ കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെയാണ് സെൻട്രൽ ഫോഴ്സസ് എന്ന് പറയാം. സോ കൺസർവേറ്റീവ് ഫോഴ്സസ് ആർ സെൻട്രൽ ഫോഴ്സസ്. അപ്പോൾ ഇതെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സസിൻ്റെ പ്രോപ്പർട്ടീസാണ്. കൺസർവേറ്റീവ് ഫോഴ്സസിന് എക്സാമ്പിൾസ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് force. Okay, gravitational force and electrostatic force are examples for conservative forces. Okay, next question, write the work done in each of the following cases as 0, positive or negative. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ഇതുപോലെയുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവാറുണ്ട്. വർക്ക് ഡൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള രീതിയിൽ. Work was done by centripetal force in circular motion. Circular motionൽ centripetal force ചെയ്യുന്ന വർക്ക് എന്താണ്? It is 0. Then work was done by friction. Frictional force ചെയ്യുന്ന വർക്ക്. Frictional force നമുക്കറിയാം എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ. അപ്പോൾ അതിൻ്റെ സൈൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് F.S ആണ്. Fs cos തീറ്റ. അപ്പോൾ തീറ്റ 180 ഡിഗ്രി അല്ലേ വരിക. ഡിസ്പ്ലേസ്മെൻറ്റും ഫ്രിക്ഷണൽ ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി വരും. അപ്പോൾ ഇറ്റ് ഈസ് നെഗറ്റീവ്. വർക്ക് വാസ് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ്. ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് മീൻസ് ഒബ്ജക്റ്റ് വിച്ച് ഫോൾസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി അലോൺ. ഗ്രാവിറ്റിയുടെ മാത്രം ഇൻഫ്ലുവൻസിൽ താഴേക്ക് പതിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സും താഴേക്കാണ്, ബോഡിയും താഴേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ വർക്ക് ഡൺ പോസിറ്റീവ്. ദെൻ വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തു ഉയർത്തുമ്പോൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ വർക്ക്. അപ്ലൈഡ് ഫോഴ്സ് ഉയർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് മുകളിലേക്കാണല്ലോ. അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണ്. സോ വർക്ക് ഡൺ ഇസ് അവിടെയും വർക്ക് ഡൺ ഇസ് പോസിറ്റീവ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the total mechanical energy of the system is conserved if the forces doing work on it are conservative. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഫോഴ്സസ് കൺസർവേറ്റീവ് ആണെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം കൺസർവ്ഡ് ആയിരിക്കും. ഡിറൈവ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ടു എക്സ്പ്ലെയിൻ വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം നമുക്കറിയാലോ എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. അറിയാലോ, ഡെറിവേഷൻ ഞാൻ വീണ്ടും പറയുന്നില്ല. ആ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. രണ്ടാമത്തെ പാർട്ട് നോക്കൂ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് 4
m kilogram, which is at rest, explodes into 3 fragments. 2 of the fragments, each of mass m kilogram, are found to move in mutually perpendicular directions with the speed v meter per second each. Find the energy released in the process of explosion. അപ്പോൾ ഇതൊരു കൃത്യമായിട്ട് വളരെ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. വളരെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു തവണ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ വീഡിയോ വീണ്ടും കാണാവുന്നതാണ്. വീണ്ടും കണ്ടിട്ട് അത് കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നോക്കൂ. മാസ് ഓഫ് ദ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, 4m kilogram. ഇനീഷ്യലി ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, ദെൻ ഇറ്റ് എക്സ്പ്ലോഡ്സ്, പൊട്ടിത്തെറിക്കുന്നു അല്ലേ. എന്നിട്ട് എത്ര പീസസ് ആവുന്നു? 3 fragments. പൊട്ടിത്തെറിച്ചിട്ട് 3 pieces ആയിട്ട് മാറുന്നു. Then 2 of the fragments, each of mass m kilogram, found to move in mutually perpendicular directions. 2 പീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 fragments, രണ്ടിൻ്റെ മാസ് ഈക്വൽ ആണ്, m kilogram, മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. വിത്ത് സ്പീഡ് v മീറ്റർ പെർ സെക്കൻഡ് ഈച്ച്. രണ്ടിനും സെയിം സ്പീഡാണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, മാസ് സെയിം ആണ്. ഫൈൻഡ് ദി എനർജി റിലീസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് എക്സ്പ്ലോഷൻ. ആ പ്രോസസ്സിലുണ്ടായ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി റിലീസ്ഡ് അല്ലേ. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം മാസും ഉണ്ട്, വെലോസിറ്റിയും ഉണ്ട്. പക്ഷേ തന്ന ഡാറ്റ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടാൻ ഉള്ള എല്ലാ ഡാറ്റയും ഉണ്ടോ നോക്കൂ. 2 പീസസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുന്നു, മാസും വെലോസിറ്റിയും തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ 2 പീസസിൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് അബൌട്ട് ദ 3rd fragment? അവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. 3rd fragmentൻ്റെ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ 3rd fragmentൻ്റെ മാസ് വേണം, 3rd പീസിൻ്റെ വെലോസിറ്റി വേണം. ഓക്കെ, മാസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ വളരെ ഈസി ആയിട്ട്. എങ്ങനെയാണ് മാസ് കിട്ടുക? 4m ആണ് പാർട്ടിക്കിളിൻ്റെ ആക്ച്വൽ മാസ് എന്ന് തന്നിട്ടുണ്ട്. 2 ഫ്രാഗ്മെൻറ്റ്സിൻ്റെ മാസ് m ഈച്ച്. ഓക്കെ, അപ്പോൾ 4m ടോട്ടൽ മാസ്, 2 പാർട്ടിക്കിൾസിനും കൂടി 2 പീസസിനും കൂടി 2m. അപ്പോൾ 3ാമത്തെ ഫ്രാഗ്മെൻറ്റിൻ്റെ മാസ് എത്രയായിരിക്കും? 2m ആയിരിക്കും അല്ലേ. അപ്പോൾ 4m ആണ് ടോട്ടൽ മാസ്, 2 എണ്ണത്തിൻ്റെയും കൂടി m + m, 2m പോയി. പിന്നെ 3ാമത്തെ പീസിൻ്റെ മാസ് 2m ആണ്. ഓക്കെ, ഇനിയുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് 3ാമത്തെ പീസിൻ്റെ വെലോസിറ്റി കിട്ടണം. ആ വെലോസിറ്റി കിട്ടാൻ എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിക്കാം. ഈ കേസിൽ നമ്മൾ ഏത് ക്വാണ്ടിറ്റിയുടെ കൺസർവേഷൻ കൺസിഡർ ചെയ്യാം? യെസ്, വി ക്യാൻ കൺസിഡർ ദ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കൺസിഡർ ചെയ്യുമ്പോൾ തന്നിട്ടുള്ള കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കണം. അതായത് 2 ഫ്രാഗ്മെൻറ്റ്സ് ദേ മൂവ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഒന്ന് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തെങ്കിൽ മറ്റേത് വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും. ഇതിനാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. തനിയെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നോക്കാം, നമുക്ക് സൊല്യൂഷൻ നോക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. ഫൈനൽ വെലോസിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഏത് മാസിൻ്റേത്? 3ാമത്തെ ഫ്രാഗ്മെൻറ്റിൻ്റെ. അതിൻ്റെ മാസ് 2m ആണ്. അതിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈനറ്റിക് എനർജി കാണാം, പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഈസിയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തു മൊമെൻറ്റം ഇസ് കൺസർവ്ഡ്. ദാറ്റ് മീൻസ് PI = PF. ഇനീഷ്യൽ മൊമെൻറ്റം = ഫൈനൽ മൊമെൻറ്റം. ഇനീഷ്യൽ മൊമെൻറ്റം എന്താണെന്ന് നമുക്കറിയാലോ. ഇനീഷ്യൽ മൊമെൻറ്റം എന്താ? ദിസ് വാസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് അല്ല. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം = ഫൈനൽ മൊമെൻറ്റം ആണ് മൊമെൻറ്റം കൺസർവേഷൻ. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം നമുക്കറിയാം. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണ്, ഇത് റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ മൊമെൻറ്റവും എന്ത് തന്നെയായിരിക്കണം? ഫൈനൽ മൊമെൻറ്റം, ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം ഷുഡ് ബി = 0. ഓക്കെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം = 0. സിമിലർലി ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം ഷുഡ് ബി = 0. ഓക്കെ, അപ്പോൾ ഇവിടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എക്സ് ഡയറക്ഷനിലെ മൊമെൻറ്റം കൺസിഡർ ചെയ്യണം,
y ഡയറക്ഷനിലുള്ള മൊമെൻറ്റം കൺസിഡർ ചെയ്യണം. റൈറ്റ്? അപ്പോൾ എക്സ് ഡയറക്ഷനിലെ മൊമെൻറ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ തന്ന കാര്യങ്ങളനുസരിച്ചിട്ട് ഒരു മാസം മാത്രമാണ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. അതിൻ്റെ മൊമെൻറ്റം എം വി ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം എം വി ആവണമെങ്കിൽ എന്തായിരിക്കണം സിറ്റുവേഷൻ? മൂന്നാമത്തെ ഫ്രാഗ്മെൻറ്റിന് ഒരു എക്സ് കമ്പോണൻ്റ് ഉണ്ടാവണം. മൂന്നാമത്തെ ഫ്രാഗ്മെൻറ്റിൻ്റെ വെലോസിറ്റിക്ക് ഒരു എക്സ് കമ്പോണൻ്റ് ഉണ്ടാവണം. ആ വെലോസിറ്റി, ആ എക്സ് കമ്പോണൻ്റാണ് വി എക്സ് ഡാഷ് എന്നെടുത്തത്. ഓക്കെ, ഒന്ന് ആലോചിച്ചാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലോണം ക്ലിയർ ആവുള്ളൂ. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് തന്നിട്ടുള്ള രണ്ട് ഫ്രാഗ്മെൻറ്റ്സ് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഒന്ന് എക്സിൽ മൂവ് ചെയ്യുന്നു, ഒന്ന് വൈയിൽ മൂവ് ചെയ്യുന്നു. അതാണ് ഫിഗറിൽ എം വി അതുപോലെ വൈയിലും എം വി എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം 0 ആയിരിക്കണം. ഓക്കെ, ബൈ മൊമെൻറ്റം കൺസർവേഷൻ. ഇനി ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം 0 ആവണമെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള ടോട്ടൽ മൊമെൻറ്റം 0 ആവണം. അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലുള്ള ടോട്ടൽ മൊമെൻറ്റം 0 ആവണം. ഓക്കെ, എക്സ് ഡയറക്ഷനിലുള്ള ടോട്ടൽ മൊമെൻറ്റം 0 ആവണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയുന്നത് എം വി മാത്രമാണ് എലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ആ എക്സ് ഡയറക്ഷനിലെ നെഗറ്റീവ് ഡയറക്ഷനിൽ ഒരു മൊമെൻറ്റം ഉണ്ടാവണമല്ലോ. അത് എം വിക്ക് ഈക്വൽ ആവണ്ടേ അല്ലേ? എന്നാലേ എക്സ് ഡയറക്ഷനിലെ ടോട്ടൽ മൊമെൻറ്റം 0 ആവുള്ളൂ. അപ്പോൾ എം വി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ എം വിക്ക് ഈക്വലായിട്ട് ഒരു മൊമെൻറ്റം നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവണം. അത് ഏത് പാർട്ടിക്കിളിൻ്റെതായിരിക്കും? തേർഡ് പാർട്ടിക്കിളിൻ്റെതായിരിക്കും. കാരണം തേർഡ് പാർട്ടിക്കിളിൻ്റെ കാര്യമല്ലൊന്നും തരാത്തത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ തേർഡ് പാർട്ടിക്കിളിന് എക്സ് ഡയറക്ഷനിൽ ഒരു മൊമെൻറ്റം ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എങ്കിൽ മാത്രമേ നെറ്റ് 0 ആവുള്ളൂ. അപ്പോൾ വാട്ട് ഇസ് ദാറ്റ് വാല്യൂ? തേർഡ് പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഫിഗറിൽ വി എക്സ് ഡാഷ് ഡിനോട്ട്സ് ദി എക്സ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ദി തേർഡ് പാർട്ടിക്കിൾ. തേർഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റാണ് വി എക്സ് ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ എക്സ് ഡയറക്ഷനിലെ മൊമെൻറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എം വി, ദാറ്റ് ഇസ് മൊമെൻറ്റം അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഈക്വൽ ടു മൊമെൻറ്റം അലോങ് നെഗറ്റീവ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് 2m vx dash. 2m mass of the third particle, vx dash the x component of velocity of the third particle. So momentum conservation അനുസരിച്ചിട്ട് ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം രണ്ടും 0 ആണ്. ടോട്ടൽ ഫൈനൽ മൊമെൻറ്റത്തിൽ രണ്ട് പാർട്ട് ഉണ്ട്. ഇപ്പോൾ ഒന്ന് ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് മീൻസ് മൊമെൻറ്റം എലോങ് പോസിറ്റീവ് ഡയറക്ഷൻ, മൂന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം അപ്പം നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കണം. അത് അതിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി, എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി. അപ്പോൾ 2m ഇൻറ്റു വി എക്സ് ഡാഷ്. ആ ഇക്വേഷൻ നമുക്ക് കിട്ടും വി എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു വി ബൈ 2. ഓക്കെ, സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മൊമെൻറ്റം ഓർ ദ വെലോസിറ്റി അലോങ് വൈ ഡയറക്ഷൻ. എങ്ങനെ കാണാം? വൈ ഡയറക്ഷനിലും ടോട്ടൽ മൊമെൻറ്റം 0 ആയിരിക്കണം. ഓക്കെ, വൈ ഡയറക്ഷനിലെ മൊമെൻറ്റം എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടിക്കിൾ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അത് എം വി. സപ്പോസ് ഇറ്റ് ഇസ് അലോങ് പോസിറ്റീവ് വൈ ഡയറക്ഷൻ. അപ്പോൾ ദർ ഷുഡ് ബി എ പാർട്ട് അലോങ് നെഗറ്റീവ് വൈ ഡയറക്ഷൻ അല്ല. പോസിറ്റീവ് വൈ ഡയറക്ഷനിൽ ഒരു മൊമെൻറ്റം ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള മൊമെൻറ്റം നെഗറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമല്ലേ ടോട്ടൽ 0 ആവുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം ഏതിൻ്റെ ആയിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ദാറ്റ് ഓഫ് ദി തേർഡ് പാർട്ടിക്കിൾ. അപ്പോൾ തേർഡ് പാർട്ടിക്കിൾ ഒരു എക്സ് ഡയറക്ഷനിലോ വൈ ഡയറക്ഷനിലോ അല്ല മൂവ് ചെയ്യുന്നത്. അതെങ്ങനെയായിരിക്കണം മൂവ് ചെയ്യുന്നത്? ഇറ്റ് മസ്റ്റ് ബി മൂവിങ് ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, എക്സ് വൈ പ്ലെയിനിലായിരിക്കണം ഈ തേർഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് നമ്മൾ വി എക്സ് ഡാഷിന് എടുത്തു, അതിൻ്റെ വൈ കമ്പോണൻറ്റ് നമുക്ക് വി വൈ ഡാഷിന് എടുക്കാം. So third particle has a component of momentum in the negative y direction. What is that equal to? അതിൻ്റെ mass 2m into അതിൻ്റെ velocity along y direction 2m y dash. അപ്പോൾ ടോട്ടൽ 0 ആവണമെങ്കിൽ y ഡയറക്ഷനിൽ 0 ആവണമല്ലോ. സോ എം വി ഈക്വൽ ടു 2m y dash. ഓക്കെ, അതിൽ നിന്ന് യു വിൽ ഗെറ്റ് വി വൈ ഡാഷ് ഈക്വൽ ടു വി ബൈ 2.
right? So Vx dash x component of velocity of third particle, Vy dash y component of velocity of the third particle. So velocity നമുക്ക് എങ്ങനെ എഴുതാം? Vxi plus Vyj എന്ന് എഴുതാം. So V dash square equal to Vx dash square plus Vy dash square. നമ്മൾ സാധാരണ വെലോസിറ്റി വെക്റ്റർ ഫോമിൽ എഴുതിയിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കല്ലോ, അതേ രീതിയിൽ V dash square equal to Vx dash square plus Vy dash square. അതായത് V equal to Vxi plus Vyj എന്നൊക്കെ എഴുതില്ലേ, അതിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ്. സോ ദാറ്റ് ഈസ് V square by 4 plus V square by 4 equal to V square by 2 or V dash magnitude equal to root of V square by 2 and നമുക്ക് V by root 2 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ V dash equal to V by root 2. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. നൗ ഇറ്റ്സ് വെരി ഈസി, യു ക്യാൻ ഫൈൻഡ് ദ കൈനറ്റിക് എനർജി. നോക്കാം. So final velocity of the third piece, V dash equal to V by root 2. Energy released is final kinetic energy, that is half mv square plus half mv square plus half into മൂന്നാമത്തെ മാസ് 2m into മൂന്നാമത്തെ velocity V by root 2 square. So you'll get V square by 2. Okay, ബാക്കിയെല്ലാം മാസ് m ആണ്, വെലോസിറ്റി v ആണ്. സോ ഹാഫ് എം വി സ്ക്വയർ ആദ്യത്തെ കൈനറ്റിക് എനർജി പ്ലസ് ഹാഫ് എം വി സ്ക്വയർ രണ്ടാമത്തെ കൈനറ്റിക് എനർജി പ്ലസ് മൂന്നാമത്തെ കൈനറ്റിക് എനർജി ആകുമ്പോൾ ഹാഫ് ഇൻറ്റു മൂന്നാമത്തെ മാസ് 2m ഇൻറ്റു മൂന്നാമത്തെ വെലോസിറ്റി v by root 2 ആണ്, സ്ക്വയർ v square by 2. So 2 get cancels, so you'll get total 3 by 2 mv square. Okay, വളരെ നല്ലൊരു പ്രോബ്ലമാണ്, വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Energy of a body is defined as its capacity of doing work. Energy possessed by a body by virtue of motion is known as kinetic energy. By motion, energy is kinetic energy. By position, it is potential energy. Okay. രണ്ടാമത്തെ പാർട്ടിൽ body of mass 5 kg initially at rest is subjected to a horizontal force of 20 Newton. What is the kinetic energy acquired by the body at the end of 10 seconds? Problem നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ പാർട്ട്, state whether the following statement is true or false. The change in kinetic energy of a particle is equal to work done by the net force. True ആണ് അല്ലേ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്നതാണ് വർക്ക് എനർജി തിയറം. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. ഓക്കെ, ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. മാസ് ഇസ് ഗിവൺ 5 kg. ഇനീഷ്യലി അറ്റ് റെസ്റ്റ് മീൻസ് u equal to 0. Force is given 20 Newton. And you want to find out kinetic energy acquired by the body at the end of 10 seconds. എന്ന് വെച്ചാൽ ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ 10 സെക്കൻഡിന് ശേഷം, ഓക്കെ, റെസ്റ്റിലുള്ളൊരു ബോഡിയിൽ യു ആർ അപ്ലൈങ് 20 Newton ഫോഴ്സ്. ദെൻ 10 സെക്കൻഡിന് ശേഷം അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ. എം തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇനീഷ്യൽ റെസ്റ്റ് ആണെന്ന് പറഞ്ഞു, ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഫൈനൽ വെലോസിറ്റി അല്ലേ? നോക്കാം. സോ എം 5 kg, u0, f 20 Newton, കൈനറ്റിക് എനർജി അറിയില്ല, t ഈക്വൽ ടു 10 seconds. സോ v ഈക്വൽ ടു u പ്ലസ് എ ടി, അതിൽ എഫ് ഈക്വൽ ടു എം എ, നമുക്ക് എ അറിയില്ലല്ലോ. സോ എഫ് ഈക്വൽ ടു എം എ, എ ഈക്വൽ ടു എഫ് ബൈ എം, ദാറ്റ് ഈസ് 20/5 ഈക്വൽ ടു 4 m/s². അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. 10 സെക്കൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? v ഈക്വൽ ടു u പ്ലസ് എ ടി എന്നുള്ള ഫോമുല യൂസ് ചെയ്യാം. u 0 ആണ്, പ്ലസ് എ 4 × 10. ഓക്കെ, സോ ദാറ്റ് ഈസ് 40 m/s. 40 m/s. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയറിൽ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു
V. 40 into 40. You'll get 4000 joule. Okay, so you get the kinetic energy. Next one, state work energy theorem. നോക്കൂ, വർക്ക് എനർജി തിയറത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പലതവണ പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, തന്നിട്ട് അതിൽ നിന്ന് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പല രീതിയിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ പാർട്ട്, ഷോ ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഡ്യൂറിങ് ഇറ്റ്സ് ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റി. ഓക്കെ, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പൊട്ടൻഷ്യൽ എനർജി ഇസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പോൾ ഫ്രീ ഫോൾ, അതായത് ഇനിഷ്യലി ഒരു ഹൈറ്റിലാണ്, അവിടെ നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ? ബോഡിക്ക് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ, ഫ്രീ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ എനർജി മുഴുവനും എന്തായിട്ട് മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. Then a man carefully brings down a glass sheet from a height 2 meters to the ground. Work done by him is, brings down a glass sheet from height 2 meters to ground. ഒരു 2 meter ഹൈറ്റിൽ നിന്ന് ഗ്രൗണ്ടിലേക്കാണ് ഗ്ലാസ് ഷീറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഹിം. വർക്ക് ഡൺ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? നോക്കാം, നമുക്ക് പ്രോബ്ലം നോക്കാം. ബി പാർട്ടാണ് കാര്യമായിട്ട് അതിൽ വരുന്നത്. നോക്കാം. അപ്പോൾ വർക്ക് എനർജി തിയറം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു വർക്ക് ഡൺ. ഇനി ബി പാർട്ട് എന്താണ്? മാക്സിമം ഹൈറ്റിൽ നമുക്കറിയാം വെലോസിറ്റി 0. ദെൻ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഹൈറ്റിൽ എന്താണ്? mgh അല്ലേ? മാക്സിമം ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് mgh. ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് എനർജി മാത്രമേ ഉള്ളൂ? ഓൺലി കൈനറ്റിക് എനർജി, ഹാഫ് mv². നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയായി മാറി എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ we'll use the relation v² equal to u² plus 2as. Okay, so v² equal to u 0 ആണ്, കാരണം മാക്സിമം ഹൈറ്റ് വെലോസിറ്റി 0 ആണ്. അപ്പോൾ പ്ലസ് 2a എന്ന് പറയുന്നത് എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഫ്രീ ഫോൾ ആണ്, സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? മാക്സിമം ഹൈറ്റിൽ നിന്ന് താഴെ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? h ആണ്. ഓക്കെ, സോ വിൽ ഗെറ്റ് v² ഈക്വൽ ടു 2gh. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v²ന് പകരം 2gh, സോ യു ഗെറ്റ് mgh. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ഉണ്ടാവുക, ദാറ്റ് ഇസ് mgh. ഗ്രൗണ്ടിലെത്തുമ്പോൾ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഇസ് ഹാഫ് mv². ദെൻ ഈ ഗ്രൗണ്ടിലെത്തുമ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ വിൽ യൂസ് ദ റിലേഷൻ v² ഈക്വൽ ടു u² പ്ലസ് 2as. കാരണം മേലെ 0 എന്ന വെലോസിറ്റി, താഴെ എത്തുമ്പോഴത്തേക്കും വെലോസിറ്റി കൂടിയിട്ടുണ്ടാവും, അത് എത്രയാണെന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ u0 ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v² ഈക്വൽ ടു 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, സോ a 2g ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഏത് ഹൈറ്റിലൂടെയാണോ താഴേക്ക് വന്നത് അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, സോ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ H, സോ 2gh. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ mgh. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. പിന്നെ വർക്ക് ഡൺ പോസിറ്റീവ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ഫോഴ്സസ് റിക്വയർഡ് to lift a body from the ground to a height h, and work is measured as the product of force and magnitude of displacement. Okay, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു. നെയിം ദി എനർജി പൊസസ്ഡ് ബൈ ദ ബോഡി അറ്റ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ ഒരു ബോഡിക്കുള്ള എനർജി എന്തായിരിക്കും? നേരത്തെ ചോദിച്ചു ഇൻ മോഷൻ ആയിരിക്കുമ്പോൾ ബോഡിയുടെ എനർജി എന്തായിരിക്കും എന്ന്. നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. ഇപ്പോൾ മാക്സിമം ഹൈറ്റിലായിരിക്കുമ്പോൾ ഏതായിരിക്കും? യെസ്, പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ ഇക്വേഷൻ mgh അല്ലേ, നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അതിൻ്റെ ബി പാർട്ടിൽ മാൻ ഓഫ് മാസ് 60 കിലോഗ്രാം ക്യാരീസ് എ സ്റ്റോൺ ഓഫ് മാസ് 20 കിലോഗ്രാം ടു ദ ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് 50 മീറ്റർ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി സ്പെൻഡ് ബൈ ഹിം. മറ്റൊരു പ്രോബ്ലമാണ്. മാസ്, ആളുടെ മാസ് തന്നിട്ടുണ്ട്.
carries a stone mass 20 kg to a height 50 meter. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എനർജി സ്പെൻഡ്, എത്ര എനർജി സ്പെൻഡ് ചെയ്യണം. എനർജി എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ് അല്ലേ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഉള്ള എനർജി ഏതായിരിക്കും നമ്മൾ നേരത്തെ കണ്ടു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഫോർമുല അറിയാമല്ലോ, mgh. അപ്പോൾ ഇവിടെ m എന്താണ്, അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. എന്തായിരിക്കും മാസ്, 60 ആണോ 20 ആണോ, അല്ലെങ്കിൽ ഇത് രണ്ടും കൺസിഡർ ചെയ്യണോ നോക്കാം. അപ്പോൾ ഒരു ഹൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ മാസ് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. കാരണം ഇത് മുഴുവൻ ലിഫ്റ്റ് ചെയ്യണമല്ലോ, ആളുടെ മാസും പ്ലസ് അയാളെടുക്കുന്ന ലോഡും, ഇത്രയും മാസ് കൊണ്ടുള്ള ഫോഴ്സാണുള്ളത്. ഓക്കെ, അപ്പോൾ 80 കിലോഗ്രാം എനർജി mgh, where m equal to 80 kilogram into g into height. So you'll get 39,200 joules. Okay, മനസ്സിലായിട്ടുണ്ടാവല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The figure shows a body of mass m placed at a height h. A, B, C are the 3 points on the trajectory of this body. Which is the type of energy possessed by this body at a height h? മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത്. അതായത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. പല രീതിയിലും പല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഓക്കെ, ഇത് 2015 ചോദിച്ചതാണ്. പല രീതിയിലും മിക്ക വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും പല രീതിയിലുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതി കണ്ടതാണ് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദിസ് ബോഡി അറ്റ് എ ഹൈറ്റ് എച്ച്? ഹൈറ്റിലുള്ള ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ഏതാ? പൊട്ടൻഷ്യൽ എനർജി. പ്രൂവ് ദാറ്റ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസർവ്ഡ് അറ്റ് ബി ആൻഡ് സി. ബിയിലും സിയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ആ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു പാർട്ടാണ്. ബിയിലും സിയിലാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. എല്ലാത്തിലുള്ളത് ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു പോയിന്റിലെ മാത്രം ചോദിക്കാറുണ്ട്, അങ്ങനെ പല രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കാം. സി പാർട്ടിൽ ബോഡി ഓഫ് മാസ് 5 kilogram is thrown vertically up with a kinetic energy 490 joule. Find the height at which kinetic energy of the body becomes half of the original value. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാസ് തന്നു 5 kilogram, വെർട്ടിക്കലി അപ്പ് വിത്ത് കൈനറ്റിക് എനർജി. ഇനീഷ്യൽ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. എത്ര കൈനറ്റിക് എനർജിയിലാണിത് എന്താ പറയുക ത്രോ ചെയ്തത്, മുകളിലേക്ക് എറിഞ്ഞത് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട എന്താ? ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ബിക്കംസ് ഹാഫ് ഓഫ് ദി ഒറിജിനൽ വാല്യൂ. അതായത് നമുക്കറിയാം, ഒരു താഴെ നിന്നിറങ്ങിയൊരു ബോഡി മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് വ്യത്യാസമാണ് വരുന്നത് എനർജിയിൽ? Yes, kinetic energy decreases and potential energy increases. അല്ല, ഹൈറ്റിലേക്ക് പോകുമ്പോൾ, ഉയരത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കുറഞ്ഞു വരും, പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. അപ്പോൾ ഇവിടെ ഒരു ഹൈറ്റിലെത്തിയപ്പോൾ കൈനറ്റിക് എനർജി പകുതിയായി. ആ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം നമുക്ക് സൊല്യൂഷൻ. ആദ്യത്തെ പാർട്ടൊന്നും കൂടുതൽ ഇനി വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ പാർട്ട് പ്രോബ്ലം പാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു എച്ച് ഹാഫായി, മീൻസ് ഒരു ഹൈറ്റ് എച്ചിൽ കൈനറ്റിക് എനർജി ഹാഫായി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പുതിയ കൈനറ്റിക് എനർജി 490 ഡിവൈഡഡ് ബൈ 245 ജൂൾ എടുക്കാം. അപ്പോൾ ഒരു ഹൈറ്റ് എച്ചിൽ പൊട്ടൻഷ്യൽ എനർജിയും 245 ജൂൾ ആയിരിക്കുമല്ലോ. എന്താ കാരണം? എന്താ, ഈ കൈനറ്റിക് എനർജി ഏതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്? കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇപ്പോൾ 245 ജൂളാണ് കൈനറ്റിക് എനർജി എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ബാക്കിയുള്ളത് മുഴുവൻ ഏതായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ mgh ഇസ് ഈക്വൽ ടു 245. ബാക്കിയുള്ള കൈനറ്റിക് എനർജി മുഴുവൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ mgh ഇസ് ഈക്വൽ ടു 245. വാട്ട് ഇസ് h ഇസ് ഈക്വൽ ടു? അതിൽ നിന്ന് നമുക്ക് കിട്ടും 245 ഡിവൈഡഡ് ബൈ mg. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 245 by 5 into 9.8 you will get 5 meter. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. എത്ര കൈനറ്റിക് എനർജിയാണ് അവിടെ
കുറഞ്ഞത് അത് മുഴുവൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്തത് സെലക്ട് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. വെൻ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡസ് പോസിറ്റീവ് വർക്ക് ഓൺ എ ബോഡി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോഡി എന്ത് സംഭവിക്കുന്നു? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കാം. കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിളാണിത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോസിറ്റീവ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദ ബോഡി ഈസ് ഫോളിങ്. ഓക്കെ, ബോഡി ഈസ് ഫോളിങ് അണ്ടർ ഗ്രാവിറ്റി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്താ സംഭവിക്കുക? ആ എക്സാമ്പിൾ ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒരു ബോഡി താഴേക്ക് വീഴുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്താ സംഭവിക്കും? യെസ്, ഡിക്രീസസ്. ഓക്കെ, സെക്കൻഡ് വൺ, വർക്ക് വാസ് ഡൺ ബൈ എ ബോഡി അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ ഓൾവേസ് റിസൾട്ട്സ് ഇൻ എ ലോസ് ഓഫ് ഇറ്റ്സ്. എപ്പോഴും വർക്ക് ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എപ്പോഴും എന്തിന് കാരണമാവുന്നു? അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ, ഒരു തറയിലൂടെ ഉരുണ്ട് പോകുന്നൊരു ബോള് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും, നമുക്കറിയാം അല്ലേ, സ്റ്റോപ്പ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം എന്തുകൊണ്ടാണ്. ജസ്റ്റ് ഡ്യൂ ടു ഫ്രിക്ഷൻ അല്ലേ. അപ്പോൾ ആ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ബോള് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഏത് എനർജിയിലാണ് ലോസ് വന്നത്? കൈനറ്റിക് എനർജിയാണോ പൊട്ടൻഷ്യൽ എനർജിയാണോ? യെസ്, വെലോസിറ്റി കുറയില്ലേ ചെയ്തേ. അപ്പോൾ എന്താ സംഭവിച്ചത്? കൈനറ്റിക് എനർജിയാണ് ലോസ് ചെയ്തത്. ഓക്കെ, സി പാർട്ട്. ക്വാണ്ടിറ്റി വിച്ച് ഇസ് കൺസേർവ്ഡ് ഇൻ ആൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, കൺസേർവ്ഡ് ഇൻ ആൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഒരു ഇലാസ്റ്റിക് കൊളീഷനിൽ കൺസേർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഇലാസ്റ്റിക് കൊളീഷനിൽ കൺസേർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് യെസ്, എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കാം. യെസ്, മറ്റൊരു ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതേപോലെ സാധാരണ കാണാറുള്ള ടൈപ്പാണിത്. ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. 3 കോളാണ്. സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഫ് ഡോട്ട് എസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ സ്കേലാർ ക്വാണ്ടിറ്റി എന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വർക്ക്. ഓക്കെ, രണ്ടാമത്തേത് മാസ് എം, മൊമെൻറ്റം എം അല്ല പി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് എം ആണ്, അത് അതേപടിയാണ് ഞാൻ ഇതിലേക്ക് എഴുതിയത്. മൊമെൻറ്റം പി. അപ്പോൾ കൈനറ്റിക് എനർജി p²/2m. അടുത്തതിൽ ഡാഷ് കൊളീഷൻ, മൊമെൻറ്റം കൺസേർവ്ഡ്, എനർജി കൺസേർവ്ഡ്. കണ്ടോ, നേരത്തെ അത് വേറൊരു രീതിയിലാണ് അതേ കാര്യം ചോദിച്ചത്. അത് വേറൊരു രീതിയിലാണ്, ഇത് മറ്റൊരു രീതിയിൽ. നോക്കൂ, ഇപ്പോൾ ഇത് ഏത് കൊളീഷനായിരിക്കും? ഇലാസ്റ്റിക് കൊളീഷൻ. അടുത്ത യൂണിറ്റ് ഓഫ് പവർ. യൂണിറ്റ് ഓഫ് പവർ നമുക്ക് പെട്ടെന്ന് വാട്ട് എന്ന് ഓർമ്മ വരും. പക്ഷേ അതിൻ്റെ മൂന്നാമത്തെ കോളം നോക്കിയാൽ 746 വാട്ട്. 746 വാട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? ഹോസ് പവറാണ്, HP. ഓക്കെ, ഹോസ് പവർ. അതിൽ അടുത്ത പാർട്ടിൽ ബോഡി ഓഫ് മാസ് M അറ്റ് ഹൈറ്റ് H. ഹൈറ്റ് H ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh. പവർ P. ദെൻ മൂന്നാമത്തെ കോളത്തിൽ സ്കേലാർ പ്രോഡക്റ്റ്. സ്കേലാർ പ്രോഡക്റ്റ് ഏതിൻ്റെയൊക്കെ സ്കേലാർ പ്രോഡക്റ്റാണ്? പവർ, ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദ ടേബിൾ ഗിവൺ ബിലോ ഡ്രോ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്. ഇത് 3-4 പാർട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കൺസിഡർ ചെയ്ത് പോവാം നമുക്ക്. കാരണം കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും കൂടെ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് തന്നിട്ടുണ്ട്. ഫോഴ്സ് 2, 4, 6, 8, 10, ഡിസ്പ്ലേസ്മെൻറ്റ് 1, 2, 3, 4, 5. പറഞ്ഞിട്ടുള്ളത് ഡാറ്റ തന്നിട്ടുണ്ട്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. ഓക്കെ, ഗ്രാഫ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതല്ല, ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും വാല്യൂസാണ് തന്നത്. അപ്പോൾ ഗ്രാഫ് വരച്ചാൽ ഇതാ നോക്കൂ, 2, 4, 6, 8, 1 10 നമ്മൾ XY ആക്സിസിൽ
വാല്യൂസ് കൊടുത്തുകൊണ്ട് തന്നെ വരയ്ക്കുക. ഈ രീതിയിലുള്ളൊരു ഗ്രാഫാണ് കിട്ടുക അല്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഇൻക്ലൈൻഡ്. കാരണം ഫോഴ്സ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച്. സോ ദിസ് ഇസ് ദ ഗ്രാഫ്. അതിൻ്റെ ബി പാർട്ടിൽ ഹൗ ക്യാൻ യു ഫൈൻഡ് ദ വർക്ക് ഡൺ ഫ്രം ദി അബവ് ഗ്രാഫ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തന്ന ഗ്രാഫിൽ നിന്ന് വർക്ക് ഡൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വർക്ക് ഡൺ നമുക്കറിയാമല്ലോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഏരിയ അല്ല, ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ ഏരിയ. ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ. മൂന്നാമത്തേത് സജസ്റ്റ് എനി ടു സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് 0. വർക്ക് ഡൺ 0 ആവുന്ന രണ്ട് സിറ്റുവേഷൻ. ഒന്ന് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പെർപെൻഡിക്കുലർ. എഫ് ഡോട്ട് എസിൽ എഫും എസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. രണ്ടാമത്തേത് ഡിസ്പ്ലേസ്മെൻറ്റ് 0. അതായത് ഇഫ് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് അപ്ലൈ ചെയ്തു പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അടുത്ത ദിവസം നോക്കാം അതിൻ്റെ ഡി പാർട്ട്. ബോൾ ഇസ് പുഷ്ഡ് വിത്ത് എ ഫോഴ്സ് 3 Newton for 2 seconds along a frictionless track. Graph shows the force on the body against time. How much work is done by the force? ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്നുകൂടി ശ്രദ്ധിക്കുക. ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 3 Newton for 2 seconds. 2 സെക്കൻഡ് സമയത്തേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഗ്രാഫ് തന്നതാണ്, ക്വസ്റ്റ്യന് തന്ന ഗ്രാഫാണിത്. ഗ്രാഫ് ഷോസ് ദ ഫോഴ്സ് ഓൺ ദ ബോഡി അഗെയിൻസ്റ്റ് ടൈം. വർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തോന്നും ഇത് ഫോഴ്സും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്, പക്ഷേ വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നത് അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആണ്. അപ്പോൾ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആദ്യം ആലോചിക്കുക. വർക്ക് ഡൺ ഇസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഫോഴ്സ് തന്നിട്ടുണ്ട് 3, ഡിസ്പ്ലേസ്മെൻ്റ് അറിയില്ല, പക്ഷേ വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ എന്ത് ചെയ്യാം? യെസ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഓക്കെ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കൊരു ട്രയാങ്കിളും ഉണ്ട്, ഒരു റെക്റ്റാങ്കിളും ഉണ്ട്. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഇതേ രീതിയിൽ നിങ്ങൾ ഡെറിവേഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്നൊന്നും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിച്ചിട്ടേ ഉള്ളൂ. കിട്ടുന്നത് ഇങ്ങനെയാണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് BH പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് BH ഹാഫ് ഇൻറ്റു ബേസ് 2 ഗ്രാഫിൽ നിന്ന് കിട്ടും നമുക്ക് ഇൻറ്റു ഹൈറ്റ് 0.5 പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത്ത് 5, 7 minus 2, okay, 5 into height 0.5. So you'll get 0.5 plus 2.5 equal to 3 meter displacement. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ശരിക്കും ആക്സലറേഷൻ ഇവിടെ ആവശ്യമില്ല. ഈ രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതാണ് ഈസി. വേണമെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കുക, കാരണം ഫൈനൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ടൈമും തന്നിട്ടുണ്ട്. ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ആക്സലറേഷൻ കണ്ടുപിടിച്ചിട്ട് S equal to ut plus half a t square ചെയ്തിട്ട് ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണല്ലോ, ആക്സലറേഷൻ ഇല്ല. അതായത് 2 സെക്കൻഡിന് ശേഷം വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, നോ ആക്സലറേഷൻ. അപ്പോൾ അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ്. സോ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് 3 meter കിട്ടി. ഓക്കെ, അപ്പോൾ വർക്ക് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 3 into 3 equal to 9 joule. അപ്പോൾ ഇതും ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രമിക്കുക, തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വരുന്ന ഒരു കൺസെപ്റ്റാണത്. അതും കൂടി ഈ ചാപ്റ്ററിലേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ചാപ്റ്ററിലുള്ള നിങ്ങളുടെ ഒരു നോളജും കൂടി ഈ ക്വസ്റ്റ്യനിൽ
പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുവിധം പല രീതിയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വിവിധ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ ഡൗട്ട്സും കമൻറ്റ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് ലഭിക്കാൻ, ഇനി മറ്റ് ക്ലാസ്സുകൾ, മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.